ഈ വീഡിയോയിൽ നമ്മൾ കെമിസ്ട്രി ചാപ്റ്റർ 6 നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസത്തിൻ്റെ പാർട്ട് 1 ആണ് പഠിക്കാൻ പോകുന്നത്. ഇത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ നന്നായി ശ്രദ്ധിക്കുക. നമ്മൾ ഇതിനോടനുബന്ധിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എന്താണ് ഹൈഡ്രോ കാർബൺ? നമുക്കറിയാം എല്ലാ ഓർഗാനിക് കോമ്പൗണ്ട്സിലും കാർബണിൻ്റെ പ്രസൻസ് ഉണ്ട്. ഇവിടെ ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ എന്തൊക്കെയുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്, കാർബൺ ഉണ്ട്. ഇവ ഒരുമിച്ചിരിക്കുമ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? ഓർഗാനിക് കോമ്പൗണ്ട്. അപ്പം ഇതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി. എന്താണ് ഹൈഡ്രോ കാർബൺ, എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട്. അതുപോലെ തന്നെ ഇതിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിൻ്റാണ് വാലൻസി ഓഫ് കാർബൺ. കാർബണിൻ്റെ വാലൻസി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ആണ്. വാലൻസ് ഇലക്ട്രോൺ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? കാർബണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിയാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കാർബണിൻ്റെ വാലൻസ് എത്രയെന്ന് ചോദിച്ചാലും 4 തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത പാർട്ടിലേക്ക് കിടക്കാം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈഡ്രോ കാർബൺ. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഹൈഡ്രോ കാർബൺ. ഹൈഡ്രജൻ ഉണ്ടായിരിക്കും, കാർബൺ ഉണ്ടായിരിക്കും. ഇതിനെ 3 ആക്കി ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. ഒന്ന് ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. അതായത് എ വെച്ച് തുടങ്ങുന്നത് ANE, ENE, YNE. അങ്ങനെയാണ് അത് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2 കാർബൺ ആറ്റം തമ്മിൽ ഒരു ബോണ്ട് ഉള്ളെങ്കിൽ, സിംഗിൾ ബോണ്ടാണ് ഉള്ളതെങ്കിൽ നമ്മളതിനെ ANE വെച്ച് റെപ്രസെൻ്റ് ചെയ്യും, ആൽക്കെയിൻ. ഇനി 2 ഡബിൾ ബോണ്ട്, അതായത് 2 ബോണ്ടാണ്, കാർബൺ ആറ്റം തമ്മിൽ 2 ബോണ്ടാണ് അഥവാ ഡബിൾ ബോണ്ടാണെങ്കിൽ നമ്മളതിനെ ENE, ആൽക്കീൻ എന്ന് വെച്ച് പറയും. ഇനി 2 കാർബൺ ആറ്റം തമ്മിൽ ട്രിപ്പിൾ ബോണ്ടാന്ന് വെക്കി, 3 വരയുണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടാണെങ്കിൽ നമ്മളതിനെ YNE വെച്ച് റെപ്രസെൻ്റ് ചെയ്യും, ആൽക്കൈൻ. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഒന്നിൽ സിംഗിൾ ബോണ്ടായിരിക്കും, അടുത്തതിൽ ഡബിൾ ബോണ്ടായിരിക്കും, മൂന്നാമത്തേൽ ട്രിപ്പിൾ ബോണ്ടായിരിക്കും. ഇനി അവസാനത്തെ ഒരു ഫോർമുല എന്ന് പറയുന്നത് കാണാപ്പാടം പഠിച്ചിരിക്കണം. അതായത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, വാട്ട് ആർ ദ ജനറൽ ഫോർമുല ഓഫ് ആൽക്കെയിൻ, ജനറൽ ഫോർമുല ഓഫ് ആൽക്കീൻ, ജനറൽ ഫോർമുല ഓഫ് ആൽക്കെയിൻ. CnH2n+2. ഇത് കാണാപ്പാടം പഠിച്ചിരിക്കണം, എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാർബൺ എത്ര ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കാർബൺ നമുക്ക് 2 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഫോർമുല എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ C2H 2 × 2 + 2, അതായത് C2H4 + 2 C2H6. ഇങ്ങനെയാണ് അത് പഠിക്കുക. അതുകൊണ്ടാണ് ഈ ജനറൽ ഫോർമുല കാണാപ്പാടം പഠിക്കാൻ പറഞ്ഞേക്കുന്നത്. ഇനി ആൽക്കെയിനിൽ ഒരു സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഇത് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആയിരിക്കും. ഇതിൻ്റെ പ്രത്യേകത ആയിരിക്കും, സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. സിംഗിൾ ബോണ്ട് വരുന്നിടത്തൊക്കെ സാച്ചുറേറ്റഡ് ആയിരിക്കും. എന്നാൽ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരാണെങ്കിൽ അത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആയിരിക്കും. ഈ ഒരു വ്യത്യാസം കൂടി പഠിച്ചിരിക്കാം. 3 കാര്യങ്ങൾ നമ്മൾ ഹൈഡ്രോ കാർബണിൻ്റെ ക്ലാസിഫിക്കേഷനിൽ പഠിച്ചു. ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കെയിൻ. ഇതിൻ്റെ ബോണ്ടിൻ്റെ വ്യത്യാസം നിങ്ങൾ പഠിച്ചിരിക്കണം. ജനറൽ ഫോർമുല പഠിച്ചിരിക്കണം. ഏതാണ് സാച്ചുറേറ്റഡ്, ഏതാണ് അൺസാച്ചുറേറ്റഡ് എന്നും കൂടി പഠിച്ചിരിക്കണം. നമുക്ക് ആൽക്കെയിനെ കുറിച്ച് പഠിക്കാം. ആൽക്കെയിൻ എന്ന് പറയുന്നത് എന്താണ്? സിംഗിൾ ബോണ്ടായിരിക്കും, കാർബൺ ആറ്റം തമ്മിൽ സിംഗിൾ ബോണ്ടായിരിക്കും. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്നാണ് നമ്മൾ ആൽക്കെയിനെ വിളിക്കുക. അതുപോലെ തന്നെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CnH2n+2. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ സ്ട്രക്ചർ കണ്ടൻസ്ഡ് ഫോർമുല, മോളിക്കുലർ ഫോർമുല. ഈ കണ്ടൻസ്ഡ് ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും തമ്മിലുള്ള കാര്യങ്ങൾ, റിലേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ കാർബൺ ആറ്റം ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1, അടുത്തതിൽ 2, അടുത്തതിൽ 3. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറും വരയ്ക്കണം, കണ്ടൻസ്ഡ് ഫോർമുല എഴുതണം, മോളിക്കുലർ ഫോർമുല എഴുതണം. ഇത്രയും കാര്യങ്ങൾ ഇതിൽ പഠിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് കാർബണിൻ്റെ വാലൻസി എത്രയാണെന്നറിയാം? 4 ആണെന്നറിയാം. ഇനി കാർബണിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള രീതിയാണ്, കാർബണിൻ്റെ ചുറ്റും ശരിക്കും 4 ആയതുകൊണ്ട് ഈ ഒരു വര എന്ന് പറയുന്നത് 1ാമത്തെ, 2ാമത്തെ, 3ാമത്തെ, 4ാമത്തെ. അപ്പോൾ ഈ സിയുടെ 4 വശത്തും വര ഉള്ളത് കൊണ്ട് 4 വാലൻസിയാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. ഇനി ഇപ്പം ഇങ്ങനെയാണ് വെക്കി പിക്ചർ. C ഡബിൾ ബോണ്ട് ഇങ്ങനെയാന്ന് നോക്കി. ഇവിടെ വാലൻസി കറക്റ്റാണ്. ഈ ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ 2 വാലൻസി, ഇവിടെ 3, ഇവിടെ 4. അപ്പോഴും കാർബൺ 4 വാലൻസി. ഇനി ട്രിപ്പിൾ ബോണ്ട് വന്നു നോക്കി. C വേറൊരു കാർബൺ ആയിട്ട് നമ്മളുള്ള ഒരു ഇതാണ് കേട്ടോ. ഇങ്ങനെയാന്ന് നോക്കി. അപ്പോൾ ഈ കാർബൺ നോക്കി, ഈ കാർബണ് 4 വാലൻസി പൂർത്തിയാക്കണം. 1,
2 3 ഇവിടെ 3 ഉണ്ട്, ഇവിടെ ഈ ഒരു ബ്രാഞ്ചിൽ ഒരെണ്ണുണ്ട്. അപ്പോഴും ഈ കാർബണിൻ്റെ വാലൻസ് എത്രയാണ്? 4. അങ്ങനെയാണ് കാർബണിൻ്റെ വാലൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇനി കാർബൺ ആറ്റം, ഒരു കാർബൺ ആറ്റമുള്ള സ്ട്രക്ചറാണ് ഇവിടെ കാണിക്കുന്നത്. ഹൈഡ്രോ കാർബൺ ആയതുകൊണ്ട് കാർബണും ഹൈഡ്രജനും തമ്മിലുള്ളൊരു റിലേഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ കാർബൺ ആറ്റം ഒരെണ്ണമായതുകൊണ്ട് ഒരു ഹൈഡ്രജൻ 1 2 3 4, അപ്പോൾ 4 ഹൈഡ്രജൻ വന്നു. കാർബണിൻ്റെ വാലൻസ് അവിടെ കറക്റ്റാണ്. ഇനി കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ കാർബൺ എത്ര ഉണ്ട്, ഹൈഡ്രജൻ എത്രയുണ്ട്? കാർബൺ ഇവിടെ ഒരെണ്ണുള്ളൂ, ഹൈഡ്രജൻ 1 2 3 4 4 ഹൈഡ്രജൻ. അപ്പോൾ കണ്ടൻസ്ഡ് ഫോർമുല CH4 ആണ്. മോളിക്കുലർ ഫോർമുലയും എന്താണ്? CH4 ആണ്. ഇനി 2 കാർബൺ ആറ്റം തമ്മിലാണ് നീക്കി. ആൽക്കേൻ ആകുമ്പോൾ അവിടെ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 കാർബൺ ആറ്റം നമ്മൾ വരച്ചു. ആദ്യം വരയ്ക്കേണ്ടത് കാർബൺ ആറ്റാണ്, എന്നിട്ട് ഹൈഡ്രജനിലേക്ക് പോയാൽ മതി. ഈ കാർബൺ ആറ്റത്തിന് ഒന്നാമത്തെ വര, രണ്ടാമത്തെ, മൂന്നാമത്തെ, ഇവിടെ ഓൾറെഡി ഒരു വരയുണ്ട്. അപ്പോൾ H H H കണ്ട. ഹൈഡ്രജൻ്റെ കാര്യം നോക്കണ്ട, കാർബണിൻ്റെ ചുറ്റും എത്ര വരയുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി. 1 2 3 4, അപ്പോൾ ഇവിടെ കാർബൺ വാലൻസ് 4 ആണ്. ഇനി ഈ കാർബൺ ഇവിടെ ഒരു വരയുണ്ട്, പിന്നെ ഒരു വര ഇവിടെ, ഒരു വര ഇവിടെ, ഇങ്ങനെ കണ്ട. അപ്പോഴും CH4 ആയി. അപ്പോൾ ഇവിടെ എത്ര എണ്ണം വരുന്നുണ്ട്? കാർബണാറ്റം, ഒരു കാർബണാറ്റം ഉള്ളിടത്ത് കണ്ടൻസ്ഡ് ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും സെയിം ആയിട്ട് വന്നു. എന്നാൽ 2 കാർബണാറ്റുള്ള ഈ സ്ട്രക്ചറിൽ നിന്ന് കണ്ടൻസ്ഡ് ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും സെയിം ആയിരിക്കില്ല. ആദ്യം തന്നെ ഈ ഒരു ബ്രാഞ്ച് നമ്മൾ നോക്കാം. ഒരു കാർബണിൻ്റെ ബ്രാഞ്ച് ആലോചിക്കുക. അവിടെ ഒരു C ഉണ്ട്, 3 H3 ഉണ്ട്, CH3. അടുത്തത് C ഉണ്ട്, 3 H3 ഉണ്ട്, CH3. അപ്പോൾ ഇങ്ങനെയാണ് കണ്ടൻസ്ഡ് ഫോർമുല, കാർബണും ഹൈഡ്രജനും ഒരുമിച്ച് വരുന്ന ആ ഒരു ഫോർമുല എഴുതേണ്ടത്. എന്നാൽ മോളിക്കുലർ ഫോർമുലയിൽ നേരെ തിരിച്ച് കാർബണും ഹൈഡ്രജനും വേറിട്ട് നിൽക്കും. കാർബൺ എത്ര ഉണ്ട് നോക്കാം, 2 കാർബണേ ഉള്ളൂ, C2. ഹൈഡ്രജൻ എത്രയുണ്ട്? H6. ഇങ്ങനെയാണ് മോളിക്കുലർ ഫോർമുല എഴുതുക. അതായത് കാർബണും ഹൈഡ്രജനും വ്യത്യസ്തമായിട്ട് നിൽക്കും. എന്നാൽ ഇവിടെ നിൽക്കുന്നത് രണ്ടും ഒരേ, അതാണ് കണ്ടൻസ് ചെയ്തിട്ട് നിൽക്കുന്നത്. ഇനി മൂന്നാമത്തെ ഫിഗർ നമുക്ക് നോക്കാം. ഇനി 3 കാർബണായിട്ടുള്ളൊരു ഫിഗർ നോക്കിയേ. C. ഇതേപോലെ തന്നെ എല്ലാ വാലൻസിയും കറക്റ്റാണോ നോക്കുക. ഈ സിയുടെ കാർബൺ വാലൻസിയും കറക്റ്റാണ്. ഇവിടെ 4 വര ചുറ്റുമുണ്ട്, അപ്പോൾ 4 എണ്ണം അവിടെ പൂർത്തിയായി. ഇനി ഇവിടെ H, ഇവിടെ H, ഇവിടെ H. ഇനി കണ്ടൻസ്ഡ് ഫോർമുല നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ബ്രാഞ്ച് ഫുൾ എടുക്കുക. ഈ കാർബണിൻ്റെ CH3. അടുത്തത് ഇവിടെ എന്താണ് വരുന്നത്? CH2. കണ്ടോ, ഇവിടെ 2 ഹൈഡ്രജൻ ഉള്ളൂ. അടുത്തത് CH3. ഇനി ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല എങ്ങനെ എഴുതാ? C ആദ്യം നോക്കുക. എത്ര C ഉണ്ട്? 1 2 3. അപ്പോൾ 3 കാർബണേറ്റ് ഉണ്ട്. അവിടെ H എന്ന് പറയുന്നത് 3 6 8, C3H8. കണ്ട, ഇങ്ങനെയാണ് ചെയ്യുക. ആൽക്കൈൻ്റെ കാര്യത്തിൽ ഒരെണ്ണം കൂടി നമുക്ക് നോക്കാം. നമ്പർ ഓഫ് കാർബൺ ആറ്റം 4 എണ്ണം നോക്കി. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ വരയ്ക്കും? 4 കാർബൺ ആറ്റം ഒക്കെ സിംഗിൾ ബോണ്ടേ പാടുള്ളൂ ആൽക്കൈൻ്റെ കേസാണ്. ഇനി നമ്മൾ സാധാരണ പോലെ കാർബണിൻ്റെ വാലൻസ് നോക്കാം. ഇവിടെ H, ഇവിടെ H, ഇവിടെ H നോക്കണ്ട, കാർബണിന് ചുറ്റുള്ള വര നോക്കിയാൽ മതി. H. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി കണ്ടൻസ്ഡ് ഫോർമുല ഈ ഒരു ഭാഗം C 3H, ഇപ്പോൾ CH3. ഇനി അടുത്തത് CH2. ഇനി അടുത്തത് CH2. ഇനി CH3. കണ്ട, ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഇതാണ് കണ്ടൻസ്ഡ് ഫോർമുല. ഇനി ഇതിന് മോളിക്കുലർ ഫോർമുല എങ്ങനെ എഴുതും? മോളിക്കുലർ ഫോർമുല എന്ന് പറയുമ്പോൾ സിയും എച്ചും കൂടെ എഴുതാം. C എത്ര ഉണ്ട് നോക്കുക. 1 2 3 4, C4. പിന്നെ H എത്രയുണ്ട്? 3 6 7 8 9 10, H10. കണ്ട, ഇങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക. ഇനി നമുക്ക് ഫോർമുല വെച്ചിട്ട് ഇപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റാം? ഇപ്പോൾ കാർബണിൻ്റെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നു. കാർബൺ, നമ്പർ ഓഫ് കാർബൺ എന്ന് പറഞ്ഞത് 5 ആണ്. ഒരു ക്വസ്റ്റ്യൻ തന്നു. ജനറൽ ഫോർമുല ഉപയോഗിച്ചിട്ട് ഹൈഡ്രജൻ്റെ നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? ആദ്യം തന്നെ ജനറൽ ഫോർമുല എഴുതാം. CnH2n+2. ഈ എന്നിൻ്റെ സ്ഥാനത്ത് 5 കൊടുക്കുക. C5, കാർബൺ ആറ്റം 5 ആണെങ്കിൽ H എന്ന് പറഞ്ഞത് 2 × 5 + 2. ഇനി എന്ത് ചെയ്യും? C5H ഇൻറ്റു ബോർഡ് മാസ് റൂൾ അനുസരിച്ച് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമേ അഡീഷൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ H10 + 2, C5
H12 എന്ന് ആൻസർ കിട്ടും. ഇതാണ് ജനറൽ ഫോമിൽ വെച്ച് ചെയ്യുന്നത്. ആൽക്കൈൻ്റെ പോലെ തന്നെയാണ് രണ്ടാമത്തെ ഹൈഡ്രോകാർബൺ ആൽക്കീൻ. ആൽക്കീൻ ഈ വരാണെങ്കിൽ അത് ഡബിൾ ബോണ്ട് ആയിരിക്കും. 2 കാർബൺ ആറ്റം ഡബിൾ ബോണ്ട് ആയിരിക്കും. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആയിരിക്കും. ഡബിൾ ബോണ്ട് വന്നാലും ട്രിപ്പിൾ ബോണ്ട് വന്നാലും അൺസാച്ചുറേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ ജനറൽ ഫോർമുല. ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് മറ്റേത് ചെയ്തതുപോലെ തന്നെ ഇതും ചെയ്യാം. നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇവിടെ 1 വിചാരിക്കുക. ഇതിൻ്റെ സ്ട്രക്ചർ നമ്മൾ എങ്ങനെ വരയ്ക്കും? കാർബൺ ആറ്റം ഒരെണ്ണം ഉണ്ടാവുള്ളൂ, ഒരു കാർബൺ ആറ്റം. ഇതിന് നമുക്ക് സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. ഒരു കാർബൺ ആറ്റം വെച്ചിട്ട് നമുക്ക് ഡബിൾ ബോണ്ട് സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇവിടെ 1 വരില്ല, 2 മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ 2 എണ്ണം വയ്ക്കുമ്പോൾ 2 കാർബൺ ആറ്റം തമ്മിലുള്ള ബോണ്ട് ആദ്യം ആലോചിക്കുക, ഡബിൾ ബോണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഡബിൾ ബോണ്ട് വന്നു. അപ്പോൾ ഹൈഡ്രജൻ ഇവിടെ എത്ര എണ്ണം വരും? ഇവിടെ ഒരു ഹൈഡ്രജൻ വരും, ഇവിടെ ഒരു ഹൈഡ്രജൻ വരും, ഇവിടെ ഒരു ഹൈഡ്രജൻ വരും. ഇവിടെ കാർബണിൻ്റെ വാലൻസ് 4 ആയതുകൊണ്ട് ഇവിടെ 2 വരെയുണ്ട്. അപ്പോൾ ഇവിടെ 2 വന്നു, ഇവിടെ 3, ഇവിടെ 4, അങ്ങനെ പഠിക്കുന്നത്. ഇവിടെ ഈ കാർബണ് 2 വരെ ഇവിടെ വന്നു, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3, ഇവിടെ 4, അങ്ങനെ 4 വാലൻസി. ഇനി കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയുമ്പോൾ 2 കൂടി ചേർന്നിട്ടുള്ളത്, അതായത് C ഒരെണ്ണുണ്ട്, 2 H2 ഉണ്ട്, അതെഴുതാം. ബാക്കി ഇവിടെ വരുന്നത് ഡബിൾ ബോണ്ടാണ്. ഈ സിക്കും അതുപോലെ തന്നെ. ഇനി മോളിക്കുലർ ഫോർമുല നമ്മൾ എങ്ങനെ എഴുതും? സി എന്ന് പറഞ്ഞത് 2 C ഉണ്ട്, C2H4. ഇങ്ങനെയാണ് പഠിക്കുക. ഇവിടെ ആൽക്കീൻ്റെ കാര്യത്തിൽ 2 എണ്ണം നമ്മൾ വരെ പഠിച്ചു. 2 എണ്ണം വരെ ഒരു കുഴപ്പമില്ല. ഇനി 3 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. കാർബൺ ആറ്റം 3 എണ്ണം ഉണ്ടെന്ന് വെക്കുമ്പോൾ ഇവിടെ സ്ട്രക്ചറൽ ഫോർമുലയിൽ 3 കാർബൺ ആറ്റം വേണം. അതിന് ആദ്യത്തെ പോയിന്റ് 3 കാർബൺ ആറ്റം വേണം. അതുപോലെ തന്നെ ENE വന്നതുകൊണ്ട് അവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ 3 കാർബൺ ആറ്റം ഇട്ട് കൊടുത്തു, ഒരെണ്ണത്തിൽ ഡബിൾ ബോണ്ട് ഇട്ട് കൊടുത്തു. ഇനി ബാക്കി വരുന്നത് രണ്ടാമത്തെ പോയിന്റ് വരുന്നത് ഇതിൽ കാർബണിൻ്റെ ബാലൻസ് നോക്കി H അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കാർബൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി 2 എണ്ണം ഇവിടെ ബാലൻസ് വന്നിട്ടുണ്ട്. ഒരു H ഇവിടെ ഇട്ട് കൊടുക്കുക, ഒരു H ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ കാർബണ് 2, 3, 4 അത് കറക്റ്റായി. ഈ H വേണമെങ്കിൽ ഇവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ, എവിടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഈ കാർബണിൻ്റെ കാര്യം നോക്കി, ഇവിടെ ഓൾറെഡി 2 എണ്ണം വന്നിട്ടുണ്ട്, ഇവിടെ ഒരെണ്ണം വന്നിട്ടുണ്ട്, അപ്പോൾ ഒരു H ഇവിടെ ഇട്ട് കൊടുത്തു. ഇനി ഈ കാർബണിൻ്റെ കാര്യത്തിൽ ഇവിടെ ഒരെണ്ണേ ഉള്ളൂ, അപ്പോൾ 3 സൈഡിലും H ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ കാർബണിൻ്റെ ബാലൻസ് ഇവിടെ പൂർത്തി. ഇങ്ങനെയാണ് സ്ട്രക്ചർ എഴുതുക. ആദ്യം കാർബൺ ആറ്റം എഴുതുക, ബാക്കി H ഇട്ട് കൊടുക്കുക. ഇനി കണ്ടൻസ്ഡ് ഫോർമുല നോക്കി, ഈ സിക്ക് സിയും H കൂടി ചേർന്നിട്ട് ഒരു ഫോർമുലയാണ് കണ്ടൻസ്ഡ് ഫോർമുല. അപ്പോൾ C എഴുതി, 2 H2 ഉണ്ട്, അപ്പോൾ 2 H2. ഇനി ഇവിടെ വരുന്നത് ഡബിൾ ബോണ്ടാണ്. ഇനി ഈ സിക്ക് എത്ര എണ്ണം വരുന്നുണ്ട്? ഒരു H വരുന്നുള്ളൂ. ഇവിടെ ഡബിൾ ബോണ്ട് അല്ല, ഇവിടെ സിംഗിൾ ബോണ്ട് തന്നെയാണ്. ഈ സിക്ക് 3 H3 വരുന്നുണ്ട്, CH3. ഇതാണ് കണ്ടൻസ്ഡ് ഫോർമുല. കണ്ടൻസ്ഡ് ഫോർമുലയാണ് CH2 CH3. ഇനി മോളിക്കുലർ ഫോർമുല എങ്ങനെ എഴുതുന്നത്? മോളിക്കുലർ ഫോർമുല സിയും H സെപ്പറേറ്റ് ആയിട്ടുള്ള ഫോർമുല. C എഴുതി, H എഴുതി. C എത്ര ഉണ്ട്? 1, 2, 3 C ഉണ്ട്. H എന്ന് പറഞ്ഞത് 2, ഒരു H ഇവിടെ ഉണ്ട്, 3 + 3 6, C3H6 എന്ന് ആൻസർ കിട്ടും. നമ്മൾ ആൽക്കെയിനും ആൽക്കീനും പഠിച്ചു. മൂന്നാമത്തെ പഠിക്കുന്ന ഹൈഡ്രോകാർബാണ് Y വരുന്ന ആൽക്കൈൻ. ഇവിടെ ആൽക്കൈൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും, അതുപോലെ തന്നെ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഫോർമുല, ജനറൽ ഫോർമുല CnH2n-2. ഇനി ആൽക്കീൻ്റെ പോലെ തന്നെ ഇവിടെയും നമ്മൾ 2 കാർബൺ ആറ്റം വെച്ചാണ് തുടങ്ങുന്നത്. അപ്പോൾ 2 കാർബൺ ആറ്റമാണ് ഇവിടെ വരുന്നത്. 2 കാർബൺ ആറ്റം വരുമ്പോൾ ഓൾറെഡി 2 കാർബൺ ആറ്റം നമ്മൾ കൊടുക്കുക. ഇനി ഇതിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടായിരിക്കും, അപ്പോൾ 3 ട്രിപ്പിൾ ബോണ്ട് ഇവിടെ വരയ്ക്കണം. ഇനി ഇവിടെ എന്തായിരിക്കും? ഓരോ കാർബൺ ആറ്റം എടുത്ത് നോക്കുക, 4 എണ്ണം, 4 വാലൻസ് ഉണ്ടായിരിക്കണം. ഈ കാർബൺ ആറ്റത്തിന് ഇവിടെ 3 എണ്ണേ ഉള്ളൂ, അപ്പോൾ ഇവിടെ ഒരു H2 കൊടുക്കാം. ഈ കാർബൺ ആറ്റത്തിന് ഇവിടെ 3 എണ്ണേ ഉള്ളൂ, അപ്പോൾ ഇവിടെയും ഒരു H2 കൊടുക്കാം. ഇതൊരു ഭംഗിക്ക് വേണ്ടിയാണ് ഈ H ഇപ്പോൾ അടിയിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് സൈഡിലോ മുകളിലോ ഇവിടെ വേണമെങ്കിൽ എഴുതാം. ഇനി കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയുമ്പോൾ നോക്കിയേ, ഇവിടെ സിയുടെ എടുത്തു, ഒരു H ഉണ്ട്, സിയും H കൂടി. ഇനി 3 ഡബിൾ ബോണ്ട് ഇവിടെ ഉണ്ട്, അതേപോലെ തന്നെ CH. ഇനി മോളിക്കുലർ ഫോർമുല സിയും H സെപ്പറേറ്റ് നിൽക്കണ മോളിക്കുലർ ഫോർമുല 2 C ഉണ്ട്, H എന്ന് പറയുന്നത് 2, അപ്പോൾ C2H2 എന്ന് കിട്ടും. ഇനി ഇത്തിരി കൂടി വലിയൊരു സ്ട്രക്ചർ വരയ്ക്കണമെങ്കിൽ നമ്മളിപ്പോൾ നമ്പർ ഓഫ് കാർബൺ ആറ്റം 2 എടുത്തത് നമ്പർ ഓഫ് കാർബൺ ആറ്റം 5 എടുത്ത് നോക്കാം നമുക്ക്. ഇപ്പോൾ നമ്പർ ഓഫ് കാർബൺ ആറ്റം 5 ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ നമ്മളെങ്ങനെ വരയ്ക്കുക? ആദ്യം തന്നെ 5 കാർബൺ ആറ്റം വരച്ചു കൊടുക്കുക. 1, 2, 3,
4 5. ഇനി അടുത്ത കാര്യം, ഇതൊരു ആൽക്കൈൻ ആയതുകൊണ്ട് 3 ട്രിപ്പിൾ ബോണ്ട് ഇട്ട് കൊടുക്കുക. ഈ ബോണ്ട് ഇവിടെ ഇട്ട് കൊടുക്കുക കേട്ടോ, എവിടെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കാർബണേറ്റം എന്ന് പറയുമ്പോൾ ഒരു ട്രിപ്പിൾ ബോണ്ട് നമ്മൾ എവിടെയെങ്കിലും ഇട്ട് കൊടുത്തു. ഇനി ഈ സീനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3 ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു എച്ച് വന്നു. ഈ സിക്ക് എച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെ 3, ഇവിടെ 1, അപ്പോൾ 4 അവിടെ പൂർത്തി. ഈ സിക്ക് 2 ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു എച്ച് ഇട്ട് കൊടുക്കുക, ഇവിടെ ഒരു എച്ച് ഇട്ട് കൊടുത്തു. ഇനി ഈ സിക്കും 2 ഉള്ളൂ. ഒരു എച്ച് ഇവിടെ ഇട്ട് കൊടുത്തു, ഒരു എച്ച് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ്. ഈ സിക്ക് 1 ഉള്ളൂ. അപ്പോൾ 3 ഭാഗത്തും എച്ച് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഇനി കണ്ടൻസ്ഡ് ഫോർമുല നമ്മൾ ഓരോ സിയും ഓരോ എച്ചും നോക്കണം. അപ്പോൾ ആദ്യം നോക്കി ഇവിടെ വരാണെങ്കിൽ ഒരു സി ഒരു എച്ച്, അത് കഴിഞ്ഞ് ഒരു ട്രിപ്പിൾ ബോണ്ട് വരച്ചു. ഈ സിക്ക് എച്ച് ഒന്നുമില്ല, അതേപോലെ എടുത്ത് എഴുതി. ഈ സിക്ക് 2 എച്ച് ഉള്ളത്, അപ്പോൾ CH2 എഴുതി. ഈ സിക്കും അതേപോലെ തന്നെ 2 എച്ച് ഉള്ളൂ, CH2. ഇനി ഈ സിക്ക് 3 എച്ച് ഉണ്ട്, CH3. 1 2 3 4 5, ഇവിടെ 5 കാർബൺ ആറ്റം തന്നെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല. ഇനി ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല നമ്മൾ എങ്ങനെ എഴുതും? അതായത് മോളിക്കുലർ ഫോർമുല ഇവിടെ എഴുതാം. സിയും എച്ചും, ഇതിന് മോളിക്കുലർ ഫോർമുലയിൽ ആകെ വരുന്നത്. സി എത്ര വരുന്നുണ്ട് നമുക്കറിയാം, 5 വരുന്നുള്ളൂ സിയിൽ. എച്ച് എന്ന് പറഞ്ഞത് 1 2 3 4 5 6 7 8, 8. C5H8 ആയിരിക്കും ഇവിടുത്തെ ആൽക്കൈൻ്റെ മോളിക്കുലർ ഫോർമുല. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം. ഇത് SSLC 2021 ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ ആൽക്കീൻ എമംഗ് ദ ഗിവൺ ഹൈഡ്രോ കാർബൺ. ഈ 4 ഹൈഡ്രോ കാർബൺ ഇവിടെ തന്നിട്ടുണ്ട്. ഈ 4 ഹൈഡ്രോ കാർബണിൽ നിന്ന് ആൽക്കീൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആൽക്കീൻ ENE വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? അതൊരു ഡബിൾ ബോണ്ട് ആയിരിക്കും, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആയിരിക്കും, അതുപോലെ തന്നെ CnH2n ആയിരിക്കും അതിൻ്റെ ഫോർമുല. അപ്പോൾ ജനറൽ ഫോർമുല, ഇത്തരം ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ജനറൽ ഫോർമുല എഴുതാം, CnH2n. അപ്പോൾ ഇവിടെ 3 എണ്ണത്തിൽ 2 കാർബണേറ്റേ കൊടുത്തിട്ടുള്ളൂ, ഒരെണ്ണത്തിലാണ് 1 കാർബണേറ്റ്. അപ്പോൾ കാർബണേറ്റം വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യാം C2H 2 × 2, അതായത് C2H4. ഇവിടെ തന്നെ ആൻസർ കിട്ടി. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? C2H4 ആണ് ഇവിടുത്തെ ആൻസർ. ക്വസ്റ്റ്യൻ നോക്കി, സെലക്ട് ദ ജനറൽ ഫോർമുല ഓഫ് ആൽക്കൈൻ. അതായത് ട്രിപ്പിൾ ബോണ്ട് വരുന്ന ഒരു ജനറൽ ഫോർമുല നമ്മളത് കാണാപ്പാടം പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും ആൻസർ? CnH2n - 2. അപ്പോൾ ഇതായിരിക്കും ജനറൽ ഫോർമുല ഓഫ് ആൽക്കൈൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഹോമോജീനിയസ് സീരീസ് ഡു ദ ഹൈഡ്രോകാർബൺ വിത്ത് ജനറൽ ഫോർമുല CnH2n ബിലോങ്സ് ടു? ഇത് ആൽക്കൈൻ്റെ ആണോ ആൽക്കീൻ്റെ ആണോ ആൽക്കൈൻ്റെ ആണോ ഈ ജനറൽ ഫോർമുല? നമുക്കറിയാം, നമ്മൾ കാണാപ്പാടം പഠിച്ചിട്ടുള്ളതാണ്. CnH2n എന്ന് പറയുന്നത് ആൽക്കീൻ്റെ ജനറൽ ഫോർമുലയാണ്. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ സബ് ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. അതായത് നേരത്തെ നമ്മൾ ആൽക്കീനാണ് നമ്മൾ പറഞ്ഞു, അതായത് ജനറൽ ഫോർമുല CnH2n എന്ന് പറയുന്നത് ആൽക്കീൻ്റെ ജനറൽ ഫോർമുല നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ മെമ്പർ ഓഫ് സെയിം ഹോമോലോഗസ് സീരീസ്. സെയിം ഹോമോലോഗസ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ CnH2n എന്ന് പറഞ്ഞ ജനറൽ ഫോർമുല. അത് നമ്മൾ ആൽക്കീൻ്റെ ഫാമിലിയാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആൽക്കീനിൽ വരുന്ന സീരീസിൽ ഹാവിങ് 3 കാർബണാറ്റം, 3 കാർബണാറ്റം ഉള്ള ആൽക്കീൻ്റെ സീരീസ് ഇവിടെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൽക്കീൻ എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട് ആയിരിക്കും വരിക. കാർബണാറ്റം ഇവിടെ നമ്പർ ഓഫ് കാർബണാറ്റം, ഇത്തരം ക്വസ്റ്റ്യങ്ങൾ ആദ്യം ഇങ്ങനെയാണ് ആൻസർ ചെയ്യുക. നമ്പർ ഓഫ് കാർബണാറ്റം നമുക്കറിയാം ഇവിടെ എത്ര ഉണ്ട്? 3 ആണ്. അപ്പോൾ ആൽക്കീൻ്റെ ഫാമിലി ആയതുകൊണ്ട് അതിലൊരു ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നോക്കി, സ്ട്രക്ചർ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്, സ്ട്രക്ചറൽ ഫോർമുല എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ സ്ട്രക്ചർ വരയ്ക്കണം, പിന്നെ കണ്ടൻസ്ഡ് ഫോർമുല, മോളിക്കുലർ ഫോർമുല, അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ വരയ്ക്കും നമ്മൾ? C. ഇനി ഏതിലും ഒരെണ്ണത്തിൽ ഡബിൾ ബോണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ 2 ഉണ്ട്, ഇവിടെ H, ഇവിടെ H, ഇവിടെ 2 3. അപ്പോൾ ഒരു H ഇവിടെ ഇട്ട് കൊടുത്തു, ഇവിടെ ഒരു H ഉള്ളൂ, ബാക്കി 3 സ്ഥലത്തും H ഇട്ട് കൊടുത്തു. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല. നമ്മൾ നേരത്തെ ഒരു ആൽക്കീൻ എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്ത് പഠിച്ചിരുന്നു. അതിൽ നമ്മൾ നമ്പർ ഓഫ് കാർബണേറ്റ് എത്രയാണെന്ന് നമ്മൾ നോക്കി, അതിൻ്റെ സ്ട്രക്ചർ വരച്ചു, കണ്ടൻസ്ഡ് ഫോർമുല, മോളിക്കുലർ ഫോർമുല, അങ്ങനെ നമ്മൾ പഠിച്ചത്. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോക്കി, സ്ട്രക്ചറൽ ഫോർമുല ഏതാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ സ്ട്രക്ചറൽ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻസ്ഡ് ഫോർമുല എന്ന അർത്ഥമുള്ളൂ. അതായത് സ്ട്രക്ചറിൽ നിന്ന് വരയ്ക്കുന്ന, സ്ട്രക്ചറിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച ഫോർമുല, കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പോൾ സ്ട്രക്ചറിൽ നമ്മൾ എങ്ങനെ എഴുതും? അതായത് ഇവിടെ ഈ ഒരു കാർബണ് C, 2 ഹൈഡ്രജൻ ഉണ്ട്, CH2, അതെഴുതി. ഇനി ഒരു ഡബിൾ ബോണ്ട് വരച്ചു, ഇവിടെ ഒരു C ഉള്ളൂ, CH. ഇനി ഇവിടെ സിക്ക്
CH3. അപ്പോൾ സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറഞ്ഞത് CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. ഇതായിരിക്കും ഇവിടുത്തെ ആൻസർ. SSLC 2021 ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് തോന്നും, എന്നാൽ നമ്മൾ ഇത്രയും പഠിച്ച ഫാക്റ്റ് അനുസരിച്ചിട്ട് നമുക്കിത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. CH4, C2H6, C3H6, C4H10 ആർ ദ മെമ്പേഴ്സ് ഓഫ് എ ഹോമോലോഗസ് സീരീസ്. ഒരു ഹോമോലോഗസ് സീരീസിൻ്റെ മെമ്പേഴ്സ് 1, 2, 3, 4 മെമ്പേഴ്സിന് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് 6th മെമ്പർ? ഈ സീരീസിലെ 6th മെമ്പറിൻ്റെ മോളിക്കുലാർ ഫോർമുല നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ മെമ്പർ ഏത് സീരീസിൽ നിന്നുള്ളതെന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് 3 ഹൈഡ്രോ കാർബണിൻ്റെ ക്ലാസിഫിക്കേഷൻ അറിയാം. ഒന്ന് ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. അപ്പോൾ ആൽക്കൈൻ്റെ ആദ്യം തന്നെ ആൽക്കൈൻ ചെക്ക് ചെയ്യാം. ആൽക്കൈൻ്റെ ജനറൽ ഫോർമുല വെച്ചിട്ട് നമ്മൾ CnH2n+2 ഇതാണ് ആൽക്കൈൻ്റെ ജനറൽ ഫോർമുല. ഇവിടെ കാർബൺ ആറ്റം 1 ആയതുകൊണ്ട് N ഉള്ളിടത്ത് നമുക്ക് 1 ഇട്ട് കൊടുക്കാം. അപ്പോൾ എത്ര കിട്ടി? C1H4. അപ്പോൾ ഇത് കറക്റ്റാണ്, ആൽക്കൈൻ മെമ്പറാണ്. ഇനി സംശയം ഉണ്ടെങ്കിൽ ഒരെണ്ണൂടി ചെയ്ത് നോക്കാം. C2 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ C2H 2 × 2 + 2 C2H 4 + 2 6. അപ്പോൾ ഇത് ആൽക്കൈൻ ഫാമിലിയിൽ നിന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ 6th മെമ്പർ കണ്ടുപിടിക്കാൻ CnH2n+2. 6th മെമ്പർ എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യത്തെ കാർബൺ ആറ്റം 1, 2, 3, 4 അങ്ങനെ പോകുന്നത്. അപ്പോൾ 6th വരുമ്പോൾ കാർബൺ ആറ്റം 6 എണ്ണം ഉണ്ടായിരിക്കും. C6H 2 × 6 + 2 എത്ര വരും? C6H 2 × 6 12, 12 + 2 14, C6H14. അതായിരിക്കും അതിൻ്റെ മോളിക്കുലാർ ഫോർമുല. ഇതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് ദ ജനറൽ ഫോർമുല ഓഫ് ദി സീരീസ്. ഈ സീരീസിൻ്റെ ജനറൽ ഫോർമുല കണ്ടുപിടിക്കാൻ നമ്മൾ ഇപ്പോൾ തന്നെ കണ്ടുപിടിച്ചുള്ളൂ. ഈ സീരീസ് എന്ന് പറഞ്ഞത് ആൽക്കൈൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ നിന്നുള്ളതാണ് അല്ലേ? അതുകൊണ്ട് അതിൻ്റെ ജനറൽ ഫോർമുല എന്താണ്? CnH2n+2. ഇതായിരിക്കും ഇതിൻ്റെ ജനറൽ ഫോർമുല.